അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പല കാര്യങ്ങൾ അറിയാം, പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിഷയം. എന്താണ് നമുക്ക് ബോധ്യമാകുന്നത്? രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് അറിവുകളാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മൾ മരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് അറിയാം, നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് നമ്മൾ മരിക്കും എന്നുള്ളത്, അല്ലേ? അതേസമയം നമ്മൾ പുനർജനിക്കും എന്ന് പറഞ്ഞാലോ, അത് നമുക്ക് ബോധ്യമല്ല. എന്താ കാര്യം? മരണങ്ങൾ നമ്മൾ ശരിക്കും എല്ലാ ദിവസവും കാണുന്നുണ്ട്. പലരും മരിക്കുന്നുണ്ട്, നമ്മൾ മരിക്കും നമുക്കറിയാം. അപ്പോൾ നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ മരിക്കും എന്നുള്ളത്. എന്നാൽ പുനർജനിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുനർജനിച്ച് വന്നിപ്പോൾ ആരെയും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? പുനർജനിക്കും എന്ന് പറയുമ്പോൾ അത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മരിച്ചുപോയി, നമ്മൾ നശിച്ചു പോയതിന് ശേഷം പിന്നെ എങ്ങനെ പുനർജനിക്കും എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള സംഭവങ്ങളാണുള്ളത്. ഒന്ന് നമുക്ക് ബോധ്യമാകുന്ന സംഭവങ്ങളും, ഒന്ന് നമുക്ക് ബോധ്യപ്പെടാത്ത സംഭവങ്ങളാണ്. ഈ ബോധ്യപ്പെടുന്ന സംഭവങ്ങളിൽ തന്നെ നമുക്ക് ബോധ്യമില്ല എന്നുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞിട്ട്, ഒരു ചരിത്രം പറഞ്ഞിട്ട്, ഒരു കഥ പറഞ്ഞിട്ട് നിങ്ങളെ ആ കാര്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. അതായത്, ഒരു നാട്ടിൽ മഴ ലഭിക്കാത്ത രീതിയിൽ വളരെ പ്രയാസപ്പെടുന്ന ഒരു നാട്ടിൽ അവിടെ ഒരു നല്ലൊരു മഹാനായ അല്ലെങ്കിൽ ദൈവഭക്തനായ ഒരു മനുഷ്യനോട് ഉണ്ടായിരുന്നു, ഒരു സന്യാസിയായ മനുഷ്യൻ. അങ്ങനെ ആ നാട്ടുകാർ മുഴുവനും ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞു, ഇവിടെ മഴയില്ല, ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്, അതുപോലെ മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ്, നിങ്ങളൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് മഴ ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഇവിടെ കാണുന്ന വലിയൊരു മൈതാനത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഒരു ഗ്രൗണ്ടിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ആ വിശാലമായ സ്ഥലത്ത് തടിച്ചുകൂടിയ ജനങ്ങളോടായി ഇദ്ദേഹം ചോദിച്ചു, ഞാൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മഴ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, അതെ, നിങ്ങൾ ദുആ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് മഴ ലഭിക്കുമെന്ന് ഉറപ്പാണ്. രണ്ടാമതും അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും അവർ പറഞ്ഞു, അതെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് മഴ ലഭിക്കും. മൂന്നാമത്തെ പ്രാവശ്യവും അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു. അവരെല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മഴ കിട്ടുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അപ്പോൾ അയാൾ ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ മഴ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കുട കൊണ്ടുവരാത്തത്? നിങ്ങൾ ആരുടെയും കയ്യിൽ കുടയില്ലല്ലോ, അല്ലെങ്കിൽ മഴ പെയ്താൽ നനയാതെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സംവിധാനവും നിങ്ങളെ കയ്യിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത്, നമുക്ക് അബദ്ധം പറ്റി. നമ്മൾ 100% ഒരു ഉറപ്പുള്ള കാര്യത്തിന് നമുക്ക് എന്തില്ല, ബോധ്യമില്ലായിരുന്നു അവർക്ക്. അതായത് മഴ അധികം പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ മഴ പെയ്യും എന്നൊരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് ആരും കുടയൊന്നും കരുതാതെ പോയത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്കെന്തില്ല, ബോധ്യമില്ല എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ മരിക്കുമെന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ്, അല്ലേ? 100% ഉറപ്പല്ലേ മരിക്കും എന്നുള്ളത്? കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും മരിക്കുന്നത്, നമ്മളെപ്പോഴും മരിക്കാം. പക്ഷെ നമുക്കത് ബോധ്യമുണ്ടോ? ഞാൻ അടുത്ത നിമിഷം, അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഞാൻ മരിക്കും എന്ന ഒരു ബോധ്യം നമ്മൾക്ക് ആർക്കും ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെയല്ല ജീവിക്കുന്നത്. അതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറഞ്ഞെന്നറിയാം. ഒരു മനുഷ്യൻ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നന്മയാണ് ഞാൻ ഈ ചെയ്യുന്നതെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യണം. അതിനർത്ഥം എന്താണ്? ഇനി അടുത്ത വേറൊരു നന്മ എനിക്ക് ചെയ്യാൻ കഴിയില്ല, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ആയുസിൻ്റെ അവസാനത്തെ നന്മയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പായാലും നമ്മൾ എന്ത് ചെയ്യും? വളരെ ആത്മാർത്ഥത, എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യും. അതേസമയം നമ്മൾ ഒരു വൃക്ഷത്തെ നടുന്ന സമയത്ത്, ഒരു വൃക്ഷത്തിൻ്റെ തൈ നടുന്ന സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കണം എന്നാണ് മുത്തനബി പറഞ്ഞത്? നമ്മൾ കുറേ വർഷം
ജീവിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടുവേണം ആ വൃക്ഷത്തിൻ്റെ തൈ നടാൻ. ഞങ്ങൾ ആ തൈ നട്ട് അത് വളർന്ന് വലുതായി അതിൻ്റെ പിന്നെ ഫലങ്ങളൊക്കെ കായ്ച്ച് അത് കഴിച്ച് വീണ്ടും കുറേ വർഷങ്ങൾ ജീവിച്ച് മരിക്കും എന്നുള്ള അങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടി വേണം ആ വൃക്ഷത്തിൻ്റെ തൈ നടാൻ. കാരണം അതിനനുസരിച്ചുള്ള കുറേ വർഷം ഇങ്ങനെ എടുക്കുമല്ലോ ഇത് വളർന്നു വരാനൊക്കെ. അപ്പോൾ അതിനുള്ള കരുതലോടുകൂടി നമ്മൾ അത് ചെയ്യും. അപ്പോൾ ഈ ആത്മാർത്ഥത ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ രണ്ടും ബോധ്യം വേണം. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നാളെ മരിക്കും എന്ന ഒരു ചിന്ത ഉള്ള മനുഷ്യർക്ക് അവർക്ക് എന്ത് ചെയ്യില്ല, അവർക്ക് അട്ടഹസിച്ച് ചിരിക്കാൻ സാധിക്കില്ല, അല്ലേ? അവർക്ക് മറ്റുള്ള വേറെ ഒരു തെറ്റായ മാർഗത്തിലൊന്നും നടക്കാൻ സാധിക്കില്ല. അവർ എപ്പോഴും അവരുടെ ചിന്ത ഞാൻ അടുത്ത നിമിഷം മരിച്ചു പോകും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും എൻ്റെ അവസാനത്തെ പ്രവർത്തനമാണ്, ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഈ ലോകത്തുള്ള ജീവിതത്തിൻ്റെ അവസാനത്തെ നന്മയാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി അവർ വളരെ കൃത്യമായി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്മകൾ ചെയ്യാൻ സാധിക്കും. ആ നന്മയിൽ കൃത്യമായി നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലവും നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യത്തോടു കൂടി ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.